ലോസ് ഓഫ് മോഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റാണ് ഇനേർഷ്യ. ഇനേർഷ്യ എന്താണ്? ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയാലും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും അത് അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് നിലനിർത്താനുള്ള ഒരു ടെൻഡൻസിറ്റിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് ചേഞ്ച്. അപ്പം വ്യത്യാസത്തിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ബോഡിക്ക് അത് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാൻ തന്നെ ആയിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം, അല്ലേ? ഇത്രയേ ഉള്ളൂ. മാസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. ഇപ്പം ദൂരത്ത് എന്താണ് ഒരു 20 മീറ്റർ/സെക്കൻഡിൽ ഒരു ബസ് വരുന്നുണ്ട്. ഇനി 20 മീറ്റർ/സെക്കൻഡിൽ ഇതേ വേസ്റ്റ് തന്നെ എന്താണ് ഒരു സൈക്കിൾ വരുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ ആരെ നിർത്താനാണ് കുറച്ചുകൂടി ഈസിയർ? ബസ്സിനെയാണോ സൈക്കിളിനാണോ? ഏതിനാ? സൈക്കിളിനല്ലേ. സൈക്കിളിന് എന്താണ് മാസ് കുറവാണ്. അപ്പം സൈക്കിളിനായിരിക്കും കുറച്ചുകൂടി നിർത്തി വെക്കാൻ ഈസി. നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തി വെക്കാൻ ഈസി ആയിരിക്കാണ് സൈക്കിളിനാണ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം അതിന് മാസ് കുറവാണ്. മാസ് കുറവായതാണ് അതിന് ഇനർഷ്യ കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അതിന് നിർത്താൻ പറ്റും. ഓക്കെ, ഇനി 20 മീറ്റർ/സെക്കൻഡിൽ വരുന്ന ബസ്സിനെ നിർത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ ബസ്സിന് അത്യാവശ്യം വെയിറ്റ് കൂടുതലാണ്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇനർഷ്യ കൂടും സ്വാഭാവികമായിട്ടും, അത്രേ ഉള്ളൂ. ഇനി മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ബേസിക് ക്വാണ്ടിറ്റി എന്തെന്നാണ്? മാസിൻ്റെ വെലോസിറ്റിയാണ് എപ്പോഴും ഫോർ പാർട്ടിക്കിൾസ്. ഇനി ഒരു ബോഡി ആണെങ്കിൽ അത്യാവശ്യം ഇത്ര ഒരു വലിയൊരു ചക്ക പോലത്തെ ബോഡി ആണെങ്കിലോ, അപ്പോൾ ആ ഒരു ബോഡീൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അതിൻ്റെ മാസ്, ഇനി വെലോസിറ്റി എന്തിൻ്റെ ആയിരിക്കും? സെൻറ്റർ ഓഫ് മാസിൻ്റെ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു അൺസിമെട്രിക് ബോളാണ്. അപ്പോൾ ഞാനൊരു സിമെട്രിക് ആയിട്ടുള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഈ സെൻറ്ററിനായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ചാപ്റ്ററൊക്കെ പഠിക്കും എങ്ങനെയാണ്. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം ഇൻറ്റു വെലോസിറ്റി ഓഫ് ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ബോഡി 2 കിലോഗ്രാം ഇങ്ങനെ 10 മീറ്റർ/സെക്കൻഡ് മാസ് വെലോസിറ്റി എന്താണ്? മൊമെൻറ്റം എന്താണ്? 2 × 10 20. വളരെ ഈസി. ഇനി ഇവിടെയാണെങ്കിലോ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ആണ് 10 മീറ്റർ/സെക്കൻഡ്. ആ 10 × 2 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ പറഞ്ഞ സ്പിയറിൻ്റെ എന്ത് കിട്ടും? മൊമെൻറ്റം കിട്ടും. ഡൺ. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ആർക്കും അറിയത്തില്ല. പുഷാണ് പുള്ളാണെന്നൊക്കെ കുറേ ടൈപ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒന്ന് mg, നമ്മുടെ ഈ ലോകത്ത് എപ്പോഴും നിലനിൽക്കുന്നത് mg. ഓക്കെ, പിന്നെ എന്താണ്? ഓരോ ബോഡീസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയി നമ്മൾ Gm1 m2 /r² എന്നൊക്കെ നമ്മൾ പഠിക്കും, യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അതിന് വേറെ ചാപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി തന്നെ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് മാത്രമാണോ? അല്ല, വേറെ കുറേ ഫോഴ്സസ് എന്താണ്? ടെൻഷൻ ഉണ്ട്, അതേപോലെ സ്ട്രെയിൻ എന്താണ് നോർമൽ ഫോഴ്സസ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. ഇവരൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. കാരണം വെച്ചാൽ ഇപ്പം ഓരോ ഫ്രിക്ഷനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെറിയ ഇലക്ട്രിക് ചാർജസ് ക്രിയേറ്റ് ചെയ്യും. ആ ചാർജസ് കാരണമാണ് അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷന് റിലേറ്റീവായിട്ട് വരുന്ന ഫോഴ്സൊക്കെ വരുന്നത്. പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നതാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇതെങ്ങനെ ന്യൂക്ലിയസിനുള്ള ഫോഴ്സ്? നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിൽ പല പ്രോട്ടോൺസൊക്കെ അവിടെ ഇങ്ങനെ കുത്തി നിറക്കുന്നുണ്ട്. പ്രോട്ടോൺസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അവരെ റിപ്പൽ ചെയ്തിട്ട് ഈ പറഞ്ഞ ന്യൂക്ലിയസ് അടിച്ച് തെറിച്ച് പൊട്ടിത്തെറിക്കേണ്ട സമയമായാലേ നമുക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ സംഭവം നടക്കുന്നില്ല. ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഈ പ്രോട്ടോൺസൊക്കെ വളരെ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവിടെ റിപ്പൾസിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഡെഫിനറ്റ്ലി ഉള്ളത് കൊണ്ടാണ് ആ പറഞ്ഞ പ്രോട്ടോൺസൊക്കെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ തിക്കി തിരങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോഴ്സിന് നമ്മൾ വിളിക്കാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ പിന്നെ നോക്കും. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്തെന്നാണ് പറയുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി കണ്ടിന്യൂസ്. ഏത് ബോഡി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഈ ചങ്ങായി ഓടുന്നുണ്ട് വിചാരിച്ചോ. ആ ചങ്ങായി ഓടും സ്പീഡിൽ ഒരു 4 മീറ്റർ/സെക്കൻഡ് ഓടുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ചങ്ങായിൻ്റെ മുകളിൽ ഞാൻ ഇനി ഒരു ഫോഴ്സും കൊടുത്തില്ല വിചാരിച്ചോ. ഓക്കെ, ആ ചങ്ങായി ഇതേപോലെ ഓടുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അങ്ങനെ ആവുന്ന സമയത്ത് ഞാനൊരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചങ്ങാതി ഓട്ടോമാറ്റിക്കായിട്ടും എപ്പോഴും ഓടിക്കൊണ്ടേ നിൽക്കും എന്നുള്ളതാണ്. സോ ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ഇറ്റ്. ഞാൻ പറയുകയാണ്, ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് 5 ന്യൂട്ടൺ, ഇപ്പുറത്തെ ഡയറക്ഷനിൽ 5 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട് വിചാരിച്ചോ. ഓക്കെ, ശരി. അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷേ ചങ്ങാതി എന്താണ് സെയിം സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ഇവിടെ ബാലൻസ്ഡ് ആയി പോകുന്നുണ്ട് ഫോഴ്സ്. അതുപോലെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണോ അതുണ്ടാവണം. ഇവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, 0 ആണ്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കൊരു കാര്യം അറിയാം, F = ma. പക്ഷേ അത് എപ്പോഴും വാലിഡ് ആണ്? ഒരിക്കലും അല്ല, എപ്പോഴും വാലിഡ് അല്ല. അത് ചില കേസസിൽ മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ. പക്ഷേ അധികം കേസിൽ വാലിഡ് ആവുന്നു കേട്ടോ. അപ്പം എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുന്നുള്ളൂ ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ ദാറ്റ് മീൻസ് F net is equal to dp/dt. dp എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാസിൻ്റെ വെലോസിറ്റി. സോ ഐ കുഡ് സേ ദാറ്റ് mv എന്താണ് മൊമെൻറ്റം എന്താ അറിയില്ല, mv. എന്നിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ m × dv/dt പ്ലസ് v × dm/dt. ഇതെന്താ ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അഥവാ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഒരു ബോഡിയുടെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ടേം ക്യാൻസൽ ആയിപ്പോൾ. അങ്ങനെ ആ മാസ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്താണ്
ഇത് ഡി വി ബൈ ഡി ടി തരാം ആക്സലേഷൻ. സോ മാസ് ഇൻറ്റു ആക്സലേഷൻ എന്നുള്ള വാല്യൂ ഫോഴ്സിന് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, മാസ് കോൺസ്റ്റന്റ് അല്ലാത്ത കേസും ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്താണ്? റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്താണ്? റോക്കറ്റിൽ ഓരോ ഫ്യൂവൽസ് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും, അതൊക്കെ ബേൺ ആയിട്ട് അങ്ങനെ കാറ്റായിട്ട് പോകില്ലേ, അപ്പം മാസ് കുറയുന്നുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്. പിന്നെ എന്താണ്? ഒരു ട്രോളിനോട് ഞാൻ വെള്ളം ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. ഓക്കെ, വെള്ളം നിറച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ലീക്ക് എടുത്താൽ ട്രോളിയിൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ഈ ട്രോളിനെ ഞാൻ അങ്ങനെ വലിച്ച് കൊണ്ടുപോകും, ഒറ്റ ഒരു കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നോക്കി മെല്ലെ മെല്ലെ വെള്ളം കുറയുന്നുണ്ട്, അപ്പോൾ ട്രോളിൻ്റെ മാസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാസ് കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു കേസാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡി പി ബൈ ഡി ടി നമ്മൾ ഈ പറഞ്ഞ ടേമും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. നമ്മൾ പണ്ട് മുതലേ കേട്ട് ശീലമുള്ള ഒരു റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ തേർഡ് ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആയിട്ടുള്ള എന്താണ് ആക്ഷൻ റിയാക്ഷൻ പെയർസ്. അപ്പോൾ ഇവ രണ്ടാളും ഒരേ ടൈമിലാണ്. ഞാനിപ്പോൾ ഫോഴ്സ് കൊടുത്ത് കുറച്ച് അതിൻ്റെ ആയിരിക്കില്ല റിയാക്ഷൻ ഫോഴ്സ്, അപ്പം തന്നെ ആ ഒരു ടൈം തന്നെ ദർ ഇസ് നോ ടൈം ലാഗ്, അപ്പം തന്നെ നമുക്ക് ആ ഒരു എന്ത് കിട്ടും? റിയാക്ഷൻ ഫോഴ്സ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എന്താ പറയുക, ഞാൻ ഈ ഒരു ചുമര്, ഓക്കെ, ആ ചുമരിലേക്ക് ഞാൻ അങ്ങോട്ട് കയ്യിൽ ഒറ്റ ഉന്തൽ കൊടുക്കുകയാണ്. ശരി, അപ്പോൾ ഞാൻ ഈ ചുമരിലേക്ക് ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുമര് എൻ്റെ കയ്യിലേക്ക് തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന രീതിയിൽ വരും. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെയുള്ള ആക്ഷൻ റിയാക്ഷൻ പെയർ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോഡീസാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോഴ്സ് ബാലൻസ്ഡ് ആവാത്തത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 2 ഡിഫറെൻറ്റ് ബോഡീസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ അഗർ, അത് ഹിന്ദിയിൽ പറയുന്നതാണ്, ഒരു ബോഡീൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോഡി എൻ്റെ മുകളിലേക്കും മറ്റൊരു ഫോഴ്സ് കൊടുക്കും, സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതിനെ പറ്റി ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, പക്ഷേ നമുക്ക് ഇത്രേ പഠിക്കണ്ടു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എല്ലാ പാർട്ടിക്കിൾസിനും അതിനെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അല്ല, അതുകൊണ്ടല്ല ഞാൻ ഇപ്പം എൻ്റെ പെന്നെ മുകളിലോട്ടേക്ക് പറഞ്ഞാൽ താഴോട്ടേക്ക് വരും, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എം എന്ന് പറഞ്ഞത് ഡയറക്റ്റ് ഒരു ഭൂമിയാണെന്ന് കൺസിഡർ ചെയ്തോട്ടെ, ഇത് എർത്താണ്, അല്ലാണ്ട് ഈ ഓറഞ്ച് കണ്ടിട്ട് ഓറഞ്ചാന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പം എം ഡയറക്റ്റ് സെൻറ്ററിലേക്ക് അട്രാക്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എർത്തിൻ്റെ മുകളിൽ ഇവിടെ സൈഡിൽ വെച്ചു, അപ്പോൾ സൈഡിൽ വരുമ്പോൾ സെൻറ്ററിലോട്ടേക്ക് ഇങ്ങോട്ടേക്കാണ് അട്രാക്റ്റ് ആവുന്ന കാര്യം, അല്ലാണ്ട് താഴോട്ടേക്കല്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. പിന്നെ എന്താണ് ഈ പറഞ്ഞ ഇതറിയില്ല, F=gm/r², ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി നമ്മളിപ്പം എർത്ത് വളരെ വലുതാണ്, അപ്പോൾ നമ്മളൊരു ഷോർട്ട് കേസിൽ നോക്കുന്ന സമയത്ത് ഒരു വെർട്ടിക്കൽ ഫ്ലാറ്റ് സർഫസ് എന്ന രീതിയിലാണ് കാണാൻ, അല്ലേ? എർത്ത് വളരെ വലുതായതുകൊണ്ട് നമ്മളൊരു ഇപ്പോൾ എൻ്റെ ഒരു റൂമിൽ ഞാൻ നോക്കുന്ന സമയത്ത് ടൈൽസിൻ്റെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ട് തോന്നാനല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് സർഫസ് ആകുമ്പോൾ നേരെ അടിയിലേക്ക് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യണം. ഇനി നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അവരുണ്ടാക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ രണ്ട് ബോഡീസ് ബോഡി 1 ബോഡി 2 ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സാണ്, കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്തുള്ള ഫോഴ്സാണ് നോർമൽ ഫോഴ്സസ്. നോർമൽ ഫോഴ്സിൻ്റെ പ്രത്യേകത സർ പറഞ്ഞാൽ ടുവേർഡ്സ് ദി ബോഡി, പക്ഷേ എൻ്റെ മനസ്സിൽ വേറെ രീതിയിലാണ് ക്ലിക്ക് ആവുന്നത്. നോർമൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡീസിനെയും അകറ്റി നിർത്തുന്ന ഒരു ഫോഴ്സാണ്, അവർ രണ്ടാളും വേർതിരിക്കുന്ന ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതാണ് ഞാൻ ബോഡി 1 ബോഡി 2 ബോഡി 1 കാരണം ബോഡി 2ൻ്റെ മുകളിലോട്ടേക്ക് ഒരു ഫോഴ്സ്. ഓക്കെ, ഇനി ബോഡി 2 കാരണം ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ബോഡി 2 കാരണം ബോഡി 1ൻ്റെ മുകളിലേക്ക് ഒരു അകന്ന് നിൽക്കുന്ന ഒരു ഫോഴ്സ്. അതേപോലെ ബോഡി 1 കാരണം ബോഡി 2ൻ്റെ മുകളിലോട്ടേക്ക് ഒരു അകന്ന് നിൽക്കുന്ന ഫോഴ്സ്. അപ്പോൾ രണ്ടുപേരും അകന്ന് അങ്ങോട്ട് പിരിയാണ്. അത്തരത്തിലൊരു ഫോഴ്സാണ് നോർമൽ ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ബോത്ത് സർഫസസ് ആർ ഫ്ലാറ്റ്, അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് സർഫസ് എടുക്കാം. ഓക്കെ, എം. അപ്പോൾ ഈ എമ്മിൻ്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സസ് ആണ്? ഒന്ന് mg, എല്ലാവർക്കും അറിയാം. ഇനി ഈ പറഞ്ഞ നിലയുള്ള ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, ആ ഫ്ലാറ്റ് സർഫസ് നമ്മൾ പറഞ്ഞു അങ്ങോട്ട് ഫ്ലാറ്റ് സർഫസും നമ്മൾ ഈ പറഞ്ഞ ബോഡിയും തമ്മിൽ എന്താ നോർമൽ ഫോഴ്സസ് ഉണ്ടാവും. രണ്ട് ആക്ഷൻ റിയാക്ഷൻ പെയർസ് ആണ്. അപ്പം ഫ്ലാറ്റ് സർഫസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബോഡീൻ്റെ മുകളിലോട്ടേക്ക് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പം ഇതാണ് നോർമൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട്, ഈ മാസ് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് n=mg എന്ന് തൽക്കാലം നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചിട്ട് എപ്പോഴും mg എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് ഫോഴ്സസ് ഉള്ളത് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് സർഫസ് ഈ പറഞ്ഞ മാസ് പാർട്ടിക്കളുടെ മുകളിലോട്ടേക്ക് ഒരു നോർമൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാസ് പാർട്ടിക്കിൾ ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിൽ ഇതേ നോർമൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കൂലേ? യെസ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കും. പിന്നെ ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിൽ mg നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇല്ല, അത് എർത്ത് തന്നെയല്ലേ. എർത്തിൻ്റെ മുകളിൽ തന്നെ mg നമ്മളിപ്പം വെറുതെ ഒരു മണ്ടത്തരായിപ്പോൾ, അത് വേണ്ട. ഇനി ബോഡി ഇതുപോലത്തെ ഒരു സർക്കുലർ സാധനമാണെങ്കിലോ സെയിം സാധനം തന്നെ, താഴോട്ടേക്ക് mg മുകളിലോട്ടേക്ക് നോർമൽ, ഇതൊക്കെ എന്താണ് വേറെ പ്രശ്നം? ഇനി ടെൻഷൻ ഫോഴ്സ് അടുത്ത ടൈപ്പ്. ഇതെല്ലാം വളരെ ചെറിയ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി വരാൻ പോകുന്നതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അറിഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? അതൊരു പുള്ളിങ്
നേച്ചറാണ് പോലും. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ക്ലിക്കാവുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഫോഴ്സിൻ്റെ പ്രത്യേകത രണ്ട് ബോഡീസിനെ അടുപ്പിക്കാൻ, നേരത്തെ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസിനെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സസ് എന്ന് എൻ്റെ ഒരു മനസ്സിൽ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നാമത് സ്ട്രിങ്ങിൻ്റെ ഉള്ളിലേ നടക്കത്തുള്ളൂ, ഫൈൻ, അത് മനസ്സിലായി. പിന്നെ ആ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ബോഡീസിനെ അട്രാക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ കയറിൻ്റെ ചുറ്റും കെട്ടിയിട്ടുള്ള രണ്ട് സാധനങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ഈ പറഞ്ഞ റൂഫ്, ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാസുള്ള ഈ പറഞ്ഞ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ മാസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഈ പറഞ്ഞ റൂഫും തമ്മിൽ അടുപ്പിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണ് മാസ് എന്ന സബ്സ്റ്റൻസിന് മുകളിൽ ടെൻഷൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അട്രാക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, രണ്ടുപേരും ഏത് ഡയറക്ഷനാണ് ഉള്ളത് ടെൻഷൻ ഫോഴ്സ്? ഈ ഡയറക്ഷൻ, മോളോട്ടേക്കാണ്. എന്തുകൊണ്ട് ഞാൻ മോളോട്ടേക്ക് പറഞ്ഞു? ഞാൻ പറഞ്ഞു രണ്ട് ബോഡീസിനെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു ടെൻഷൻ ഫോഴ്സ്, അതുകൊണ്ട് മോളോട്ടേക്ക് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഇനി ഇയാളുടെ മോള്, റൂഫിൻ്റെ മോള് ഏത് ഡയറക്ഷനിലേക്കാണ് ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവുക? താഴോട്ടേക്ക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ടെൻഷൻ ഫോഴ്സ് സെയിമാണ്. എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഈ പറഞ്ഞ കയറിനെ മാസ്ലെസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ മാസ്ലെസ് ആയിട്ട് കണക്കാക്കും. എന്തുകൊണ്ടാണ് ഈ ടെൻഷൻസ് സെയിം ആവുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ ടെൻഷൻ, ഞാൻ ഇപ്പം കാണിച്ച ഈ ടെൻഷൻ തന്നെയാണ് ഈ ടെൻഷൻ, അതേപോലെ ഈ പറഞ്ഞ റൂഫിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ തന്നെ ഈ ടെൻഷൻ. ആ ടെൻഷൻ ആക്ഷൻ റിയാക്ഷൻ പെയർ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്ക്. അത് ആക്ച്വലി ആക്ഷൻ റിയാക്ഷൻ പെയർ ഒന്നുമല്ല, അത് തെറ്റാണ്. നമ്മൾ ആക്ഷൻ റിയാക്ഷൻ പെയർ ആണെന്ന് വിചാരിക്കുന്നതിൻ്റെ തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടെൻഷനാണ് ഇത്, ഫൈൻ. ഈ ചത്തിൻ്റെ മുകളിൽ, ചത്തുന്ന റൂഫിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ടെൻഷനാണ് ഇത്, ഫൈൻ. എന്ന് വെച്ചിട്ട് അത് രണ്ടും ആക്ഷൻ റിയാക്ഷൻ പെയറാണോ? അല്ല. കാരണം ആക്ഷൻ റിയാക്ഷൻ പെയറിൻ്റെ ഡെഫിനിഷനിൽ നമ്മളെന്താ പഠിച്ചത്? ഇപ്പം ഈ പറഞ്ഞ കയറ് ഈ പറഞ്ഞ മാസ് ബോഡീൻ്റെ മുകളിൽ, ഞാനൊരു പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മാസ് ബോഡി. ഓക്കെ, കയറ് മാസിൻ്റെ മുകളിൽ, അതെ ഈ പറഞ്ഞ കയറ് അത് മാസിൻ്റെ മുകളിൽ ഈ ടെൻഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാസ് ഈ പറഞ്ഞ കയറിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷൻ കൊടുക്കേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും. അപ്പം മാസിൻ്റെ മുകളിലുള്ള ടെൻഷന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു ടെൻഷന് കയറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ടെൻഷനുമാണ് എന്ത് ആക്ഷൻ റിയാക്ഷൻ പെയർസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ റൂഫിൻ്റെ മുകളിൽ കയർ ഈ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പിങ്കോണ്ട് തന്നെ ബാക്ക് ചെയ്യല്ലേ, സ്വാഭാവികമായിട്ടും റൂഫിൻ്റെ മുകളിൽ അടിയിലോട്ടേക്കാണ് ടെൻഷൻ കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ റൂഫ് കയറിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടേക്ക് ടെൻഷൻ കൊടുക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഈ ടെൻഷനാണ് ആക്ഷൻ റിയാക്ഷൻ പെയർസ് എന്ന രീതിയിൽ മനസ്സിലാക്കണം. ഇനി ശരി, കയറിൻ്റെ മുകളിലുള്ള ഫോഴ്സസ് നമുക്ക് മനസ്സിലായി. ഈ ടെൻഷൻ ഞാൻ പറഞ്ഞു കയർ എന്തെന്നാണ് മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ അധികം. കയർ ശരിക്കും മാസ്ലെസ് ഒന്നുമല്ല റിയൽ ലൈഫ് വേൾഡിൽ, പക്ഷേ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാണ് മാസ്ലെസ് ആണ്. കാരണം ക്വസ്റ്റ്യൻസിലെല്ലാം ആ രീതിയിലാണ് വരാൻ. ഓക്കെ, അപ്പോൾ കയർ മാസ്ലെസ് ആണ്. മാസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇസ് ഇക്വൽ 0 ബിക്കോസ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു MA. സോ ഇഫ് M ഇസ് ഇക്വൽ 0 ദാറ്റ് മീൻസ് ഫോഴ്സ് ഇസ് ഇക്വൽ 0. ഫോഴ്സ് 0 ആവണമെങ്കിൽ ഈ പറഞ്ഞ കയറിൻ്റെ മുകളിൽ അപ്പുറം ഇപ്പുറം എന്താണ് ഫോഴ്സസ് ഉണ്ടാകാൻ പാടില്ല, ഇക്വലിബ്രിയത്തിലാണ്. ദാറ്റ് മീൻസ് മുകളിൽ ടെൻഷൻ ദാറ്റ് ഈസ് ഇക്വൽ ടു താഴെ ടെൻഷൻ എന്ന് പറഞ്ഞൂടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ടെൻഷനും സെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, വെൻ ദി സ്ട്രിങ് ഈസ് കൺസിഡർ ആസ് എ മാസ്ലെസ് വൺ. ഓക്കെ, ഇനി ടിയും MGയും ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ല എന്നുള്ള കാര്യത്തിൽ ഒബ്വിയസ് ആണ്. ബിക്കോസ് അവരുടെ രണ്ടാളും നേച്ചർ ഓഫ് ഫോഴ്സസിൻ്റെ നേച്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുമാത്രമല്ല എന്താണ് ഇപ്പം M ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പോലെയല്ല ഇത്. അപ്പം എന്തായാലും നേച്ചർ സെയിം ഡിഫറെൻ്റ് ആയതുകൊണ്ട് മണ്ടത്തരമാണ്. അത് രണ്ടും ആക്ഷൻ റിയാക്ഷൻ പെയർ പറയുന്നത് മണ്ടത്തരമാണ്. ഇനി നമുക്ക് ഇവരെ FBD വരക്കാനാണ് പറയുന്നത്. ഇതെന്താ വളരെ സിമ്പിളല്ല FBD വരക്കാൻ. ഇതാണ് ആദ്യം നമ്മുടെ M1 എന്ന് പറഞ്ഞ മാസിൻ്റെ മുകളിലുള്ള FBD നോക്കാം. M1ൻ്റെ മുകളിൽ M2 എന്ന് പറഞ്ഞ മാസ് അപ്ലൈ ചെയ്യുന്ന ഒരു നോർമൽ ഫോഴ്സ്, അതിനെ ഞാൻ തൽക്കാലം N എന്ന് വിളിക്കുകയാണ്. പിന്നെ എന്നുള്ളത് താഴോട്ടേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ MG പണ്ട് മുതലേക്ക് വെക്കുന്നത്. അപ്പോൾ MG ഇത് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് മാസുകളുണ്ട്, അതുകൊണ്ട് ഞാൻ M1G എന്ന് വിളിക്കാം, റൈറ്റ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞ് ഇത്രയല്ലേ ഉള്ളൂ. ശരി, ഇനി നമ്മുടെ M2യുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കാം. M2യുടെ മുകളിൽ ശരി, ഒന്ന് M2 എന്ന് പറഞ്ഞ ബോഡി M1ൻ്റെ മുകളിൽ ഈ ഒരു നോർമൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോ സിമിലർലി M1 എന്ന് പറഞ്ഞ ബോഡി M2യുടെ മുകളിൽ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ പെയർസ് നമുക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. സോ അതേ എന്നെ താഴോട്ടേക്ക് ഇതിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. ശരി, പിന്നെ എന്താണ് നമ്മൾ എപ്പോഴത്തെയും ഫോഴ്സ് ആയിട്ട് M2G ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അടിയത്തെ സാധനം ഉണ്ടല്ലോ, എന്താ പറയുക, സർഫസ് മുകളിലോട്ടേക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ, അതിന് നമ്മൾ എടുക്കും N സർഫസ് എന്ന് വിളിക്കുക, അല്ലെ N ജമീൻ എന്ന സാറിൻ്റെ ഭാഷയിൽ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ M2 എന്ന് പറഞ്ഞ ബോഡി കംപ്ലീറ്റ്ലി ഇക്വലിബ്രിയത്തിലാണ്. മാത്രമല്ല ഈ പറഞ്ഞ M1 എന്ന് പറഞ്ഞ ബോഡി ഇക്വലിബ്രിയത്തിലാണ്. N ഈസ് ഇക്വൽ ടു M1G എന്ന് വിളിക്കാം. സോ N ഈസ് ഇക്വൽ ടു M1G. സിമിലർലി N സർഫസ്
that is equal to n plus m2g, and we know that n is equal to m1g given here. So m1g plus m2g. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോഡി വേണം സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എഫ് ബി ഡി വരക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കംപ്ലീറ്റ് ബോഡി ഒരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എഫ് ബി ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ടോട്ടൽ ഇൻഫോർമേഷൻസ് സെയിം തന്നെയായിരിക്കും. ഇവിടെ നോക്ക് സിസ്റ്റമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ സിസ്റ്റമായിട്ട് എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മാസ് m1 plus m2 എന്ന രീതിയിലാവും. താഴോട്ടേക്ക് എന്താ m1 plus m2g എന്നുള്ള വരുന്നുണ്ട്. പിന്നെ മുകളിലോട്ടേക്ക് നമ്മുടെ ജമീൻ്റെ നോർമൽസ് ഉണ്ടാവും. അത് മാത്രമേ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ഈക്വലിബ്രിയത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് നോർമൽ റിയാക്ഷൻ ഫ്രം ദി സെമീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു m1 plus m2g എന്ന രീതിയിൽ പറയാൻ പറ്റും. അതൊക്കെ കംപ്ലീറ്റ്ലി കറക്റ്റാണ്. ശരി, പിന്നെന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഇവിടെ ഇടയിലുള്ള നോർമൽ റിയാക്ഷൻ അതിനെപ്പറ്റി മൈൻഡ് ആക്കേണ്ടത്. എടോ ബ്രോ, അത് തന്നെ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്തപ്പം മൈൻഡാക്കി ചെയ്തപ്പം കിട്ടിയ ഉത്തരം തന്നെയല്ലേ ഇപ്പം മൈൻഡാക്കാണ്ട് ചെയ്തപ്പം കിട്ടിയ ഉത്തരം അല്ലേ? അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സാധനത്തെ സിസ്റ്റമായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻറ്റേർണലായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സാണ് അല്ലേ, ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫോഴ്സാണ് ഇത്. പുറത്തുണ്ടാകുന്ന ഫോഴ്സാണ് m1gയും അതേപോലെ നോർമൽ റിയാക്ഷനും. പക്ഷേ ഇൻറ്റേർണലായിട്ട് ഉണ്ടാകുന്ന ഇതാണ് ഉള്ളിലുള്ള നോർമൽ റിയാക്ഷൻസ് അല്ല, ഇൻറ്റേർണൽ ഫോഴ്സസ്. അപ്പോൾ നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കുന്ന സമയത്ത് ഇൻറ്റേർണൽ ഫോഴ്സസിനെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യും. ഓക്കെ, കാരണം ലാസ്റ്റ് ഇങ്ങനെ ക്യാൻസൽ ആയി പോകും എന്നുള്ള കാര്യം നമുക്ക് കുറേ പ്രാവശ്യം മാത്തമാറ്റിക്കലി നമ്മൾ കണ്ട് ശീലമുള്ളതാണ്. അതുകൊണ്ട് ഇനി ലാസ്റ്റ് പിന്നെ സിസ്റ്റംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഓക്കെ, ഇൻറ്റേർണൽ ഫോഴ്സസ്. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്ന്. ഓക്കെ.